ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇത് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. ഇന്ന് സൺഡേ ആണ്. അപ്പം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇന്ന് എഴുന്നേറ്റു. ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി. യൂഷ്വലി ഞാൻ 10 മണിക്കാണ് എഴുന്നേക്കാറ്. അങ്ങനെ രാവിലെ വന്ന് നോക്കുമ്പോൾ ഗോപു കാറൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. കാരണം ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ ഗോപു. പിന്നെ അമ്മയും മാമനും എല്ലാ സൺഡേസിലും ഉള്ള പോലെ തന്നെ ഈ സൺഡേ നമ്മൾ നേരെ വൈകി എഴുന്നേറ്റിന് നമ്മളങ്ങനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചേച്ചിക്ക് ഇതൊന്നും ഒരു പുത്തിരിയല്ല. കാരണം ഞങ്ങൾ എന്തായാലും സൺഡേസ് 10 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ചാർലി മോനെ കൊഞ്ചിച്ച് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോയി. അപ്പോൾ നോക്കുമ്പം അമ്മായി നല്ല റവപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റവപ്പുട്ടും ചെമ്മീൻ കറിയും പിന്നെ പപ്പടമായിരുന്നു. അപ്പം എനിക്ക് രാവിലെ തന്നെ ഈ മീൻകറി ഒന്നും കൂട്ടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പുട്ടും പപ്പടമാണ് കഴിക്കുന്നത്. എല്ലാ സൺഡേസും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. ഈ സൺഡേസും ഞാൻ അങ്ങനെ കുറേ പ്ലാൻ ചെയ്തു. അതിലൊന്ന് റോക്കിനെ കുളിപ്പിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഒന്നും ചെയ്തില്ല എന്നുള്ളതായിരുന്നു സത്യം. എന്തായാലും ഞാൻ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടാൻ മറന്നുമില്ല. അതന്നെ വലിയ കാര്യം. അതൊക്കെ കഴിഞ്ഞ് താഴെ വന്ന് നോക്കുമ്പോൾ മാമനും ചേച്ചിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിശപ്പായിട്ടുണ്ടായിരുന്നില്ല. സൺഡേസ് എനിക്ക് എപ്പോഴും കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നാറ്. പിന്നെ എൻ്റെ ഡെയിലി റുട്ടീനിലൊരു മെയിൻ ഭാഗമാണ് എൻ്റെ കുഞ്ഞുമക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ വർക്കിംഗ് ഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്തൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, അമ്മയ്ക്ക് ഇതുപോലെ അമ്മേൻ്റെ ഡ്രസ്സ് കല്ലുമ്മിൽ ഇങ്ങനെ കുത്തി കുത്തി തിരുമ്പുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. കിണർ ഈ കിണറെന്നാ ഇങ്ങനെ ഈ കിണർ എത്ര കാട് ഇതാക്കി വൃത്തിയാക്കിയാലും ഈ കിണർ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. എത്ര പെട്ടെന്നാണെന്നറിയാം ഇത് വളരുക. അതുകൊണ്ടായിരിക്കും. എന്നാലും ഫുൾ കാണാം, നമുക്ക് കിണർ കാണാൻ പറ്റില്ല. അങ്ങനെ കുറേ നേരം അമ്മനെ വെറുപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും എൻ്റെ റോക്കി കൂട്ടൻ്റെ അടുത്തേക്ക് പോയി. കാരണം അവനോട് എനിക്ക് എത്രത്തോളം കൊഞ്ചിച്ചാലും എനിക്ക് മതിയാവില്ല. അത്രയും ഇഷ്ടമാണ് എനിക്ക് അവനെ. അവൻ എന്നെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് റോക്കിനെ മാത്രമല്ല കേട്ടോ, എനിക്ക് എൻ്റെ എല്ലാ മക്കൾസിനെയും ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഗോപു കാറൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് അവൻ കാർ കഴുകിയെന്നുള്ളത്. പിന്നെ വണ്ടിയൊക്കെ കഴുകാൻ ആൾ സൂപ്പറാട്ടോ. അത് ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്ക് തന്നെയാണ് ആൾ ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൂച്ചക്കുട്ടന്മാരെയും വെറുപ്പിക്കാൻ വേണ്ടി പോയി. അതിൽ ഇന്നത്തെ മെയിൻ ടാർഗറ്റ് മിയായിരുന്നു. മിയ ഇറങ്ങുന്നില്ല. ഇതാണ് എൻ്റെ കല്ലുക്കുട്ടി. ഇവൻ്റെ പേര് കല്ലു എന്നാണ്. ഞങ്ങൾ പെൺകുട്ടിയാണ് വിചാരിച്ചിട്ടാണ് കല്ലു എന്നിട്ട്. പക്ഷെ ഇവൻ ആണായിരുന്നു. ആണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കുറച്ച് വൈകിപ്പോയി. കുഴപ്പമില്ല. ഇതെൻ്റെ പുസിക്കുട്ടി. പിന്നെ ഇതെൻ്റെ കണ്ണൻ. അത് കഴിഞ്ഞ് ഞാൻ ചാർലീനെ ഒന്നും കൂടി കൊഞ്ചിക്കാനൊക്കെ പോയി. എനിക്ക് എത്ര കൊഞ്ചിച്ചാലും മതിയാവില്ല. അവസാനം എനിക്ക് വിശന്നപ്പോൾ ഞാൻ നേരെ പുട്ട് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെമ്മീൻ കറി കൂട്ടുന്നത് ഇഷ്ടമല്ല രാവിലെ. അതുകൊണ്ട് ഞാൻ പുട്ടും പപ്പടവുമാണ് കൂട്ടിയത്. ബാക്കി എല്ലാവരും ചെമ്മീൻ കറി കൂട്ടിയിട്ടാണ് കൂട്ടിയത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു. എന്നിട്ട് ഞാനും ചേച്ചിയും ഗോവും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി. ഞങ്ങൾക്കൊന്ന് ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു, ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഓൾറെഡി നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ചെറിയൊരു കുട്ടി ഗിഫ്റ്റ് ഹാമ്പർ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ജഫ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ആണെന്ന് തോന്നുന്നു പേര്. അവിടെ പോയിട്ട് നമ്മൾ ഈ സ്വീറ്റ്സിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം അത് വാങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കണ്ടു. പിന്നെ കുറേ സ്വീറ്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഇമ്പോർട്ടഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒരു ബോക്സ് സെലക്ട് ചെയ്തു. ആ ബോക്സിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ഇങ്ങനെ ബാക്കിയൊക്കെ അവർ റെഡിയാക്കി തരും. ഇതുപോലെ പാക്കിങ്ങും ഒക്കെ അവർ തന്നെ ചെയ്തു തരും. നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി ഏതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ബാക്കിയൊക്കെ അവരായിക്കോളും.
അവിടെയുള്ള ചോക്ലേറ്റ്സിൻ്റെ കളക്ഷൻസ് കണ്ടിട്ട് എൻ്റെ ചേച്ചീൻ്റെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം വലിയൊരു സ്വീറ്റ്സ് ലവറാണ്. അതുകൊണ്ട് തന്നെ അത് വാങ്ങാം ഇത് വാങ്ങാം എന്ന് പറഞ്ഞ് ചെറിയ മക്കളെ പോലെ കളിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഒപ്പം നമ്മളും കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി കാർന്ന് കഴിക്കാൻ വേണ്ടി. ഈ മധുരമൊന്നും കഴിച്ചത് പോരായിട്ട് ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല അടിപൊളി ജ്യൂസായിരുന്നു. ആ കടേൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ മലാപ്പറമ്പ് അടുത്താണ്. പക്ഷേ ഒട്ടുക്കത്തെ ടേസ്റ്റും ഭയങ്കരമായിട്ട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് ഫുഡൊന്നും വേറെ വേണ്ട, അങ്ങനെ നമ്മളെ വയറ് ഫില്ലായി. പിന്നെ നമ്മളൊന്ന് നിമ്മി ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയി കുറച്ച് സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ കാണുന്നതാണ് എൻ്റെ നിമ്മി ചേച്ചീൻ്റെ പുത്രൻ റീനു. എവിടെ പോയാലും എനിക്കിതാ ഇതുപോലെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. അവിടെ ഉണ്ടായിരുന്നു എനിക്കെൻ്റെ ലക്കിയും സുന്ദരിക്കുട്ടിയും. അപ്പോൾ അവിടെ നിമ്മി ചേച്ചി യാത്രയായിട്ടും ഉണ്ടായിരുന്നില്ല, അമ്മായും മക്കൾസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നേരെ നിമ്മി ചേച്ചീൻ്റെ ഇപ്പോൾ പുതിയ വീടുണ്ട് ഉണ്ടാക്കുന്നത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി പോയി. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നതാണ്. അപ്പോൾ ചേച്ചിയും കോവിട്ടിനും കുറേ ആയി വന്നിട്ട്, പ്ലാസ്റ്ററിങ്ങൊക്കെ ചെയ്തതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നിമ്മി ചേച്ചീൻ്റെ വീട്, പുതിയ വീട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒത്തിരി പണി നടക്കാനുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. അങ്ങനെ വീടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി. അപ്പം ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഞാനും കോവിട്ടനും ചേച്ചിയും വിചാരിച്ചിരുന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കില്ല എന്നായിരുന്നു. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ നല്ല കോര പൊരിച്ചതിൻ്റെ സ്മെല്ല് അത് കേട്ടിട്ട് എനിക്കും ചേച്ചിക്കും കൺട്രോൾ പോയി. കോവിട്ടൻ പിന്നെയും പിടിച്ചു നിന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം അവൻ്റെയും കൺട്രോൾ പോയി, അവനും ചോറെടുത്ത് കഴിച്ചു. ഉച്ചയ്ക്ക് നമുക്ക് ചോറിന് ചെമ്മീൻ കറി തന്നെയായിരുന്നു. രാവിലത്തെ ചെമ്മീൻ കറിയല്ല, ഇത് പുതിയ ചെമ്മീൻ കറിയാണ്. പിന്നെ നമുക്ക് കോര ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മാങ്ങയും കൂടി കഴിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ്. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നേരം ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി കുറേ റീൽസൊക്കെ കണ്ടിരുന്ന് മടുത്തപ്പം ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഇട്ടേക്കാമെന്ന്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു സ്ഥലം വരെ പോവാണ്ട്. സോ എൻ്റെ കൈ കണ്ടോ, ഞാൻ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് കുറേ കാലമായി. അപ്പം വിചാരിച്ചു നെയിൽ പോളിഷ് ഇടാം. സോ ഇത് അമ്മായിൻ്റെ സ്വന്തം നെയിൽ പോളിഷ് കളക്ഷനാണ്. ഈ ഒരു സഞ്ചിയിൽ കുറേ നെയിൽ പോളിഷ് ഉണ്ട്. സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാവും ഏതെടുക്കണം വേണ്ടെന്നുള്ളത്. ഇത്രയും കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സഞ്ചിയിൽ കേട്ടോ. ഇനി വേറൊരു സഞ്ചിയും കൂടി ഉണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിൽ എല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. കുറേ കളേഴ്സ് ഉണ്ട് കണ്ടോ, നല്ല കളർ. സോ അമ്മായിക്ക് കുറേ നെയിൽ പോളിഷ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ അമ്മായിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസാണ്, ഈ നെയിൽ പോളിഷിനോടൊക്കെ. നല്ല നല്ല കുറേ കളേഴ്സ് ഉണ്ട്. ഒന്നോ ബ്രൗൺ കളർ കുറേ ഉണ്ട്. ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ. ലെറ്റ്സ് സീ. കുറേ നെയിൽ പോളിഷ് കളക്ഷൻസ് ഉണ്ട്. എനിക്കൊന്ന് ഇത് വെച്ചിട്ട് നമുക്കൊരു കട തന്നെ തുടങ്ങാം. അത്രയും കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ കളറാണ്, സ്ക്രീൻ കളർ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നെയിൽ പോളിഷൊക്കെ ഇട്ടു. ഞാൻ ആക്ച്വലി കാലിലോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് മടിയാണ്, ഭയങ്കര മടിയാണ്, അതുകൊണ്ട് ഇട്ടില്ല. പിന്നെ എപ്പോഴും നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തോട് തന്നെ വെക്കണം. അതുകൊണ്ട് ഞാനിതാ സാധനം അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കയ്യിൻ്റെ എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു വെറൈറ്റി കളർ, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ജിജോട്ടൻ വന്നു. ചേച്ചിക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഹലോ, അപ്പോൾ ഈവനിങ് 4 മണിയായി. അപ്പോൾ ഇന്ന് നമ്മളിപ്പം ഒരു സ്ഥലം വരെ പോകാൻ പോവാണ്. അതെവിടെയാണെന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. മീൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. ഞാനായിട്ട് പറയും. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ റെഡിയായി, ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും റെഡിയായി. ആരാ റെഡിയാവാത്തെ? ചേച്ചിയും ജിജോനും അമ്മായി റെഡി അല്ലേ? നമ്മളൊക്കെ പെട്ടെന്ന് റെഡിയാവുന്ന ആൾക്കാരാണ് അല്ലേ?
പതിവില്ലാത്തൊരു ഒരുക്കം. അങ്ങനെ എന്താ രസത്തിന് ഒരുങ്ങുന്നത്? രസല്ലേ, ഇടക്കിടയ്ക്ക് ചേഞ്ച് വേണ്ടേ? എപ്പോഴും ഒരുങ്ങാണ്ട് പോയാൽ ശരിയാവൂ. പറയാ ഒരുങ്ങാൻ അല്ലേ? ഇത് തീർന്നില്ലേ? ഞാൻ തിന്നല്ല. ഓ തീർന്നു, വേണേ അരമണിക്കൂർ കൊണ്ട് തീർക്കാം. ഒന്ന് വരുമോ? 4 മണി കഴിഞ്ഞു. ഇറങ്ങാം ഇറങ്ങാം. ഒരു സമയത്തിന് ഒരു കൃത്യനിഷ്ഠത ഇല്ല. കറക്റ്റാണോ പറഞ്ഞത്? കൃത്യനിഷ്ഠയില്ല. അപ്പം ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി. അപ്പം ചാർലി ഒറ്റയ്ക്ക് ഇരിക്കൂല. അപ്പം ചാർലിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ കണ്ണനെയും കല്ലൂനെയും ഒന്ന് കൂട്ടിന് വേണ്ടിയിട്ട് അകത്തിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അങ്ങനെ ആ സ്പെഷ്യൽ മൊമെൻ്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തിനു പോയതായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് എല്ലാവരും തിരിച്ച് പോകുന്ന ദിവസമാണ്. മാമൻ കണ്ണൂർക്ക് പോകുന്ന ദിവസമാണ്, ചേച്ചി തിരിച്ച് ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ ചേച്ചി വീട്ടിൽ നിന്ന് ക്രിസ്മസ് കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ന്യൂ ഇയറും എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം തിരിച്ച് ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ആൾക്ക് സന്തോഷമുണ്ട് എന്നാൽ സങ്കടമുണ്ട്. അമ്മനൊക്കെ വിട്ടു പോകുന്നതിൻ്റെ ഒരു ചെറിയ വിഷമം എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ കണ്ണൂർക്ക് മാമൻ പോവുകയാണ്. കാരണം നാളെയൊക്കെ വർക്കുള്ള ദിവസമല്ലേ, അപ്പം ലീവാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം സൺഡേ തന്നെ പോവുകയാണ്. കാരണം അല്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് നേരത്തെ പോകേണ്ടി വരും. അപ്പോൾ ഒരു 4 മണിക്കൊക്കെ അവർ എണീക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സൺഡേ തന്നെ പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഇന്ന് ആക്ച്വലി സൺഡേ ആണ്. അപ്പം ഇന്നത്തെ സൺഡേ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് കാരണം ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണം. മെമ്മറി അല്ലേ, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും മെമ്മറി അല്ലേ, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുത്ത് കാണാം. അപ്പോൾ ഞാൻ കുറേ വിചാരിക്കുന്നു, പക്ഷെ എനിക്കിങ്ങനെ മടിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും എടുക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തെങ്കിലും എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് എൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്നോട് വിട്ടുപോയി. നമ്മളിങ്ങനെ ചെയ്ത് പോകുമ്പോൾ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ളത് ഓർമ്മയേ ഇല്ല. അതങ്ങ് വിട്ടുപോയി. ഇപ്പോൾ നൈറ്റ് ഫുഡ് കൊടുത്തു, അതും എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം കവർ ചെയ്യും. പിന്നെന്താ, നാളെ ഓഫീസിൽ പോകണം, രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇന്നലെ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയുണ്ട്. അതാകുമ്പോൾ ഇപ്പോൾ അതങ്ങനെ വറവൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ അലിയിച്ചിട്ട് കൊണ്ടുപോകണം. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കഴിച്ച് ശരി ടി വിയും കണ്ട് കിടന്ന് ഉറങ്ങാൻ പോകണം. ഞാൻ നെക്സ്റ്റ് സാറ്റർഡേ എൻ്റെ പല്ല് ക്ലിപ്പിടാൻ വേണ്ടി പോവാണ്. എൻ്റെ ഈ പല്ല് ക്ലിപ്പിടാൻ വേണ്ടി പോവാണ്. സോ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്, എന്നാൽ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം പല്ല് റെഡി ആയിട്ട് കാണാനുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ പല്ല് ക്ലിപ്പിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു തോന്നൽ വന്ന് ഇട്ടാൽ നല്ലതായിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞത് കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമല്ല. അതിലൊന്നും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ ചെയ്യാമെന്ന് തോന്നി. അപ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് വരുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു പേടിയൊക്കെ പോകുള്ളൂ, നമുക്ക് തന്നെ ഒരു ഇത് വരുമ്പോൾ. അപ്പോൾ എനിക്ക് പേടിയൊക്കെ കുറച്ച് കുറവുണ്ട്, എന്നാലും പേടിയുണ്ട്. അപ്പോൾ ക്ലിപ്പിടും, സ്മൈലൊക്കെ മാറും. അപ്പം അത്രയേ ഉള്ളൂ അല്ലേ. അമ്മ ഫുഡ് കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.